നമ്മുടെ ബോഡിയുടെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 37 ° സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ° ഫാരൻഹീറ്റ്. നമ്മൾ 2 യൂണിറ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് സെൽഷ്യസ് എന്ന് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് എന്ന്. നമ്മുടെ ബോഡിയുടെ തെർമോ റെഗുലേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനകത്തുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് ഒരു നോർമൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ് ടു 99°. ഒരു നോർമൽ റേഞ്ചിൽ നമ്മൾ കാണാറുള്ളൊരു ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിക്കകത്തൊരു ബാക്ടീരിയ വൈറസോ എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പനി വരുമെന്നുള്ള അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, പൈറോജൻസ്, ഈ ബാക്ടീരിയയുടെ പുറത്തുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്കകത്ത് പനി ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ബാക്ടീരിയ വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. നമ്മുടെ ബോഡിക്കകത്തൊരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് കയറിപ്പോയി, അപ്പോൾ നമ്മുടെ ബോഡിയെ തിരിച്ചറിയുന്നു, ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽസ് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ സൈറ്റോകൈൻസ് എന്ന് പറയും. പൈറോജൻസ് വന്നു, സൈറ്റോകൈൻസ് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ സെറ്റ് പോയിൻറ്റ്സ്, നമ്മൾ 98.6 വെച്ചേക്കുന്ന ടെമ്പറേച്ചറിൻ്റെ സെറ്റ് പോയിൻറ്റ് കുറച്ചുകൂടെ ഒന്ന് ഹൈ ആക്കി വെക്കുന്നു. അപ്പോൾ ഈ സെറ്റ് പോയിൻ്റ് ഒന്ന് ഹൈ ആക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വേഗം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കുളിരൊക്കെ തുടങ്ങും. കുളിര് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോട്ടുള്ളയും കാലിലോട്ടുള്ളയും ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയും. ബോഡിയുടെ അകത്തുള്ള ടെമ്പറേച്ചർ പതുക്കെ കൂടാൻ തുടങ്ങും. അപ്പോൾ ചില സമയത്ത് നമുക്ക് കുളിരും വിറയലും ഒക്കെ. ഇതുകൊണ്ടാണ് നമുക്ക് പനി വരുമ്പോഴത്തേക്ക് നല്ല കുളിര് വിറയൽ, കൈയും കാലും ഒക്കെ തണുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ, ബോഡിയുടെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ മാക്സിമം കൂട്ടാൻ നോക്കും. കയ്യിലെയും കാലിലെയും ഒക്കെ ടെമ്പറേച്ചർ ബോഡി ശ്രദ്ധിക്കുന്നില്ല ആ ഒരു സമയത്ത്. പനി കുറയുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കുറച്ചൊരു ചൂടൊക്കെ തോന്നി തുടങ്ങും, ശരീരം വിയർക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് പനി കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക. പലപ്പോഴും പാരൻസ് 98° ഫാരൻഹീറ്റ് ഉണ്ട്, കുട്ടിക്ക് ഭയങ്കര പനിയാണെന്ന് പറഞ്ഞ് വറീഡായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ നോർമൽ, മൈൽഡ് ഫീവർ, ഹൈ ഗ്രേഡ് ഫീവർ എന്ന് പറഞ്ഞിട്ട് പനിയെ ഇങ്ങനെ പല ഗ്രേഡായിട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ ഹൈ ഗ്രേഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നോർമൽ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ 98.6 എന്ന് പറഞ്ഞു. അപ്പോൾ 98.6 ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 100-ന് അടുത്തോട്ടുള്ളൊരു നമ്പർ എത്തുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും വറീഡ് ആവാറുണ്ട്. അപ്പോൾ 100.4° ഫാരൻഹീറ്റിന് മുകളിൽ പോയാൽ മാത്രമേ നമ്മൾ മൈൽഡ് ഫീവർ എന്ന് പോലും പറയാം. ഇങ്ങനെ ഒരു മോഡറേറ്റ് ഫീവർ, ഒരു കാര്യമായിട്ടുള്ളൊരു പനിയൊക്കെ തുടങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നത് 101 to 103° ഫാരൻഹീറ്റ് വരെയുള്ള ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്കാണ്. 104-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് ഹൈ ഗ്രേഡ് ഫീവർ എന്നും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാല്യൂസിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മൈൽഡ് മോഡറേറ്റ് പനിക്ക് നമുക്ക് പാരസെറ്റമോൾ കൊടുത്ത് തന്നെ വീട്ടിൽ വെച്ച് പനി നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഹൈ ഗ്രേഡ് ഫീവറിന് ആ സമയത്ത് നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു സിവിയർ ഇൻഫെക്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു സിവിയർ ഡീഹൈഡ്രേഷൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള പനികളുടെയൊക്കെ തുടക്കമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ ഒരു വൈറൽ ഫീവറിന് ചിലപ്പം ഹൈ ഗ്രേഡ് ഫീവറൊക്കെ ടെമ്പറേച്ചർ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പാരസെറ്റമോൾ വീട്ടിൽ വെച്ച് കൊടുത്ത് നോക്കുന്നു. പാരസെറ്റമോൾ കൊടുത്തിട്ടും കുട്ടിയുടെ പനി കൺട്രോൾ ആവുന്നില്ല, 103-104° തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയെ ഡോക്ടറെ ഒന്ന് കാണിച്ചൊരു ചെക്കപ്പ് ചെയ്ത് നോക്കാം, നല്ലത് തന്നെ. ഹൈ ഫീവർ ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, അവർ മുഴുവൻ സമയം ക്ഷീണിച്ച് കിടക്കുകയാണെന്ന് പാരൻസ് പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പനി ഉള്ള സമയത്ത് കുഞ്ഞിന് എന്തുകൊണ്ട് ഇത്രയും ക്ഷീണം വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വിശപ്പില്ല? നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയൽ ടോക്സിൻസ് ബോഡിക്കകത്തുണ്ട്, ഒരുപാട് കെമിക്കൽസ് ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബ്രെയിനകത്തുള്ള ആപ്പറ്റൈറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, അതിനെയൊക്കെ കുറച്ച് സപ്രസ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ പനി വരുന്ന സമയത്ത് വിശപ്പ് കുറവ് തന്നെ ആയിരിക്കും മിക്ക കുട്ടികൾക്കും, നമ്മൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഫുഡിൻ്റെയൊക്കെ കുറവായിരിക്കും. അപ്പം ബോഡിയിൽ കൂടുതൽ എനർജി ആവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്ന കൂടെ ആകുമ്പോഴത്തേക്ക് അവരുടെ ബോഡിയിലെ ഷുഗർ ലെവലൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡീഹൈഡ്രേഷൻ, ഛർദിയും വയറിളക്കവും കൂടെ ചിലപ്പോൾ ഈ പനിയുടെ കൂടെ കാണും. അപ്പോൾ അവർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് തന്നെ വളരെ കുറവായിരിക്കും, ഉള്ള വെള്ളം അത്രയും പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതൊരു പ്രശ്നമാണ്. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, തൊണ്ടവേദന കാണും, കുഞ്ഞിന് ശരിക്കും ആഹാരം കഴിച്ചിറക്കാൻ പറ്റില്ല, വേദനിക്കുന്നതുകൊണ്ട് തന്നെ അവർ മിക്ക ഭക്ഷണങ്ങളും കഴിക്കില്ല. അത് കൂടാതെ മൂക്കടപ്പുള്ള ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക്, പ്രത്യേകിച്ച് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അമ്മയുടെ പാലാണ്. അപ്പോൾ അമ്മയുടെ പാല് കുടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കേണ്ട ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ ശരിക്കും സക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് പാല് സക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോഴും അവരുടെ ഫുഡ് ഇൻടേക്ക് അല്ലെങ്കിൽ പാലിൻ്റെ ഇൻടേക്ക് പിന്നെയും കുറവായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പനിയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ കുറച്ച് സ്ലോ ആയിരിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ദഹിക്കാനായിട്ട് കുറച്ച് അധികം ടൈം എടുക്കും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പനിയുള്ള സമയത്ത് മൊത്തത്തിൽ നമ്മുടെ വിശപ്പ് കുറവായിരിക്കും, ഡൈജഷൻ കുറവായിരിക്കും, ഫുഡ് ഇൻടേക്ക് മൊത്തത്തിൽ കുറവായിരിക്കും. വേണ്ട കുറച്ച് ഹോം റെമഡീസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫീഡിൻ്റെ ക്വാണ്ടിറ്റി മൊത്തത്തിലുള്ളത് കുറയ്ക്കാം. ഇപ്പോൾ ഒരു കപ്പ് ചോറ് അല്ലെങ്കിൽ ഒരു കപ്പ് കുറുക്ക് കഴിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്കതിനെ അരക്കപ്പോ 1/4 കപ്പോ ആക്കുക. അതിന് ഫ്രീക്വൻസി കൂട്ടുക. ഇപ്പോൾ ഒരു 4 മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെങ്കിൽ 2 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ദഹിക്കാനുള്ള ഒരു സമയം കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു ഫീഡ് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വെള്ളം ആവശ്യത്തിന് ശരീരത്തിൽ എത്തുന്നു എന്നുള്ള, ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം കൊടുക്കാം, ORS കൊടുക്കാം, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസുകൾ എന്തെങ്കിലും കൊടുക്കാം. പക്ഷെ ഇതെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാടായി കഴിഞ്ഞാൽ കുഞ്ഞിന് വിശപ്പ് കുറവാണ്, ഛർദ്ദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന വെള്ളവും കൂടെ പുറത്തു പോകും, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് മുഴുവനും ഛർദ്ദിച്ച് പോകും. അപ്പോൾ വീണ്ടും പനി കൂടും, നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം വരും, ഡീഹൈഡ്രേഷൻ വരാൻ ചാൻസ് കൂടും, ഷുഗേഴ്സ് ലോ ആവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട എപ്പോഴാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പനിയുള്ള സമയത്ത് കുട്ടിയെ നമ്മൾ എപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കുഞ്ഞിന് ഹൈ ഫീവറാണ്, ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട്, കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. നമ്മൾ തെർമോമീറ്റർ വെച്ച് നോക്കി കുറച്ച് ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നുണ്ട്, നേരത്തെ കട്ട് ഓഫ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടിക്ക് പാരസെറ്റമോൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കണ്ട ഉടനെ തന്നെ, നമ്മൾ പേടിച്ച ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പാരസെറ്റമോൾ കൊടുക്കാം. അപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പാരൻസ് ഒരുപാട് പേര് മെസ്സേജായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞിന് ഇത്ര വയസ്സായി അല്ലെ ഇത്ര വെയിറ്റ് ഉണ്ട്, നമ്മൾ എത്ര ml പാരസെറ്റമോൾ കൊടുക്കണം. പലപ്പോഴും നമ്മളിങ്ങനെ മെസ്സേജൊക്കെ അയക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് റിപ്ലൈ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഒരു ഡോസ് പറഞ്ഞുകൂടാ, കുഞ്ഞിൻ്റെ വെയിറ്റ് പറഞ്ഞുകൂടാ, ഒന്നും പറഞ്ഞുകൂടാ. പെട്ടെന്ന് നമ്മൾ പനി കാണുന്നു, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോവുക, പാരസെറ്റമോൾ സിറപ്പാണോ ഡ്രോപ്സ് ആണോ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ചിട്ടുള്ള ഒരു ഡോസ് ആ ബോട്ടിലിൻ്റെ പുറത്തുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കവറിൻ്റെ പുറത്തുണ്ടാവും. ഏജ് അനുസരിച്ചിട്ടുള്ള ഒരു ഡോസ് നമുക്ക് കൊടുക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഫസ്റ്റ് ഡോസ് പാരസെറ്റമോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതിനകത്തുള്ളൊരു പ്രശ്നം, നമ്മുടെ കുട്ടികളെല്ലാവരും ഒരേ വെയിറ്റ് ആയിരിക്കില്ല. ഇപ്പം 1 വയസ്സായ ഒരു കുട്ടിക്ക് ചിലപ്പോൾ 9 കിലോ കാണും, ചില കുട്ടിക്ക് 11 കിലോ കാണും, ചില കുട്ടിക്ക് 6 കിലോ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വെയിറ്റ് നോക്കിയിട്ട് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പാരസെറ്റമോൾ കൊടുത്തിട്ടും പനി കുറയുന്നില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ് അണ്ടർ ഡോസ് ആയിരിക്കും, അല്ലെങ്കിൽ കൊടുക്കുന്ന മരുന്ന് ഛർദ്ദിച്ച് പോകുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും പാരൻസ് പറയുന്ന ഒരു പ്രശ്നമാണ്, പാരസെറ്റമോൾ കൊടുത്തിട്ടും കുഞ്ഞിൻ്റെ പനി കുറയുന്നില്ല. അപ്പോൾ മിക്കപ്പോഴും വരുന്ന ഒരു പ്രശ്നം ഇതായിരിക്കും, വെയിറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ഡോസ് ആയിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൊടുക്കുന്ന ഡോസ് ചിലപ്പോൾ മരുന്ന് കുഞ്ഞ് തുപ്പിക്കളയുന്നുണ്ടാവും, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡോസ് നമ്മൾ ഈ രീതിയിൽ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പനി കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം, ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് ഡോസ് വെയിറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പാരസെറ്റമോൾ വെച്ച് തന്നെ നമുക്ക് മിക്കപ്പോഴും പനി നന്നായിട്ട് കൺട്രോൾ ചെയ്യാം. മാക്സിമം എത്ര ഡോസ് പാരസെറ്റമോൾ കുഞ്ഞിന് കൊടുക്കാമെന്ന് പാരൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ 15 mg/kg ഡോസ് എന്നുള്ളൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് പാരസെറ്റമോളിൻ്റെ ഡോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 15 mg/kg ഓരോ സമയത്തും കൊടുക്കാം എന്നുള്ളതാണ്. അത് 6 മണിക്കൂർ ഗ്യാപ്പിൽ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ 6 മണിക്കൂർ ആവുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിന് പനി വരികയാണ്, പാരസെറ്റമോൾ നമ്മൾ കൊടുത്തതേ ഉള്ളൂ, അപ്പോൾ ഇനി അടുത്ത ഡോസ് പാരസെറ്റമോൾ എപ്പോൾ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ 4 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ പാരസെറ്റമോൾ കൊടുക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താലും സാധാരണഗതിയിൽ ഓവർ ഡോസ് ഒന്നും ആവില്ല. പക്ഷേ അങ്ങനെ കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ ഗ്രേഡ് ഫീവറിൻ്റെ മറ്റു കാരണങ്ങൾ, ഒരു സിവിയർ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാത്ത ടൈപ്പ് പനിയൊക്കെ ആകാൻ സാധ്യത, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മേലെ നന്നായിട്ട് വെള്ളം വെച്ച് തുടച്ചു കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് ചെറു ചൂടുവെള്ളം എടുക്കുക. അപ്പോൾ നമ്മൾ നെഞ്ചും മുതുകും നന്നായിട്ട് വെള്ളം വെച്ച് തുടച്ചാൽ മാത്രമേ പനി നന്നായിട്ട് കൺട്രോൾ ആവുള്ളൂ. കാര്യം കോർ ടെമ്പറേച്ചർ, ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗത്തായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുക. ആ ഭാഗം നന്നായിട്ട് തുടച്ചാൽ മാത്രമേ പനി നന്നായിട്ട് കുറയുള്ളൂ. അപ്പോൾ 6 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു, ഇടയ്ക്കുള്ള സമയത്ത് മേല് വെള്ളം വെച്ച് തുടച്ചുകൂടെ കൊടുത്താൽ അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ പനി കൺട്രോൾ ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പനിയുടെ കൂടെ നമ്മൾ ആൻറ്റിബയോട്ടിക് കൂടെ കൊടുത്തിട്ടുണ്ടാകും, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയല്ലേ ആ സമയത്ത് പാരസെറ്റമോളും കൂടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പാരസെറ്റമോളിൻ്റെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 2 ആക്ഷനാണുള്ളത്. ഒന്ന് ആൻറ്റി പൈററ്റിക്. പൈററ്റിക് എന്ന് പറഞ്ഞാൽ പനി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട് പാരസെറ്റമോളിന്. പിന്നെ അനാൽജസിക് ആക്ഷൻ, പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ. സിവിയർ ആയിട്ടുള്ള പെയിൻ പാരസെറ്റമോളിൽ കുറയില്ല, എന്നാലും മൈൽഡായിട്ടുള്ള ചെറിയ കൈവേദന, കാൽവേദന പോലുള്ള
പെയിനൊക്കെ പാരസെറ്റമോൾ കൊടുത്താൽ കുറയും. ഈ 2 ആക്ഷനും മാത്രമേ പാരസെറ്റമോളിനുള്ളൂ. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന സമയത്തും നമ്മൾ ആദ്യത്തെ 1-2 ദിവസം കുട്ടിക്ക് ഇൻഫെക്ഷൻ്റെ പനി ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസമായി പനി നന്നായിട്ട് കൺട്രോളായി വരുന്നതനുസരിച്ച് നമുക്ക് പാരസെറ്റമോൾ പതുക്കെ നിർത്താവും. നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുക്കുന്നു, കുട്ടി ഛർദ്ദിച്ച് കളയുകയാണ്. അപ്പോൾ ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മരുന്നിൻ്റെ ഒരു റിപ്പീറ്റ് ഡോസ് വീണ്ടും കൊടുക്കാമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റ് ഡോസ് കൊടുക്കാം. മരുന്ന് കൊടുത്തു 1/2 മണിക്കൂറിനോ 1 മണിക്കൂറിനോ ഉള്ളിലൊക്കെ കുട്ടി ഛർദ്ദിക്കുകയാണെങ്കിൽ ആ മരുന്ന് ബോഡിയിൽ ആക്ട് ചെയ്തിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റിപ്പീറ്റ് ഡോസ് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുട്ടിക്ക് ഹൈ ഫീവർ വരും, വീണ്ടും ബുദ്ധിമുട്ടുകളുണ്ടാകും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡോസ്, ഒരു കോഴ്സ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു 5 ഡേയ്സോ 7 ഡേയ്സോ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഡോസും കുട്ടിയുടെ ഉള്ളിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡോസ് ബോഡിയിൽ ചെന്നില്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ സമയത്ത് മാറാതിരിക്കുക, അത് കാരണമുള്ള പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒമിറ്റ് ചെയ്തൊരു മരുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിലൊക്കെ ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ഡോസോടെ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ കുഞ്ഞിന് പനിയുണ്ടെന്ന് സംശയമാണ്. നമ്മൾ ടെമ്പറേച്ചർ നോക്കി, ടെമ്പറേച്ചർ 100.4 ഡിഗ്രിയുടെ മുകളിലാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് കുട്ടി വളരെ ആക്റ്റീവ് ആവുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് പനി വരുന്നുണ്ട്. നമ്മൾ 6 മണിക്കൂർ പാരസെറ്റമോൾ കൊടുത്ത് ഇടയ്ക്ക് മേലെ വെള്ളം വെച്ചൊക്കെ തുടച്ചു കൊടുത്തു. കുട്ടി കുഴപ്പമില്ലാതിരിക്കുകയാണെങ്കിൽ 2-3 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം, പേടിക്കേണ്ട ആവശ്യമില്ല. എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചില വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് നമ്മൾ പറയും, ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ കുട്ടിയുടെ ആക്ടിവിറ്റി, പനിയുള്ള സമയത്ത് എന്തായാലും കുട്ടി ക്ഷീണിച്ചിരിക്കും, പക്ഷേ പനി കുറയുന്ന സമയത്ത് കുട്ടി ആക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടിയുടെ യൂറിൻ ഔട്ട്പുട്ട് മഞ്ഞ നിറത്തിലല്ലാത്ത രീതിയിൽ യൂറിൻ പോകുന്നുണ്ടെങ്കിൽ, കുട്ടി നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ ഇല്ല, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. തുടർച്ചയായിട്ടുള്ള ഛർദി, തുടർച്ചയായിട്ടുള്ള വയറിളക്കം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം കുഞ്ഞിന് ശരീരത്തിൽ നിന്നുള്ള വെള്ളം മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം, അതിനുള്ള മെഡിസിനും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ക്ഷീണിച്ച് കിടക്കുന്ന കുഞ്ഞിനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ മുഴുവൻ സമയം കുട്ടി ബെഡിൽ കിടക്കുവാണ്. മുമ്പ് വളരെ ആക്റ്റീവായിരുന്നു, അപ്പോൾ ഇപ്പം കുട്ടി തീരെ എണീക്കുന്നില്ല, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, എപ്പോഴും ക്ഷീണിച്ച് കിടക്കുകയാണ്. ഇതൊരു സിവിയർ ഇൻഫെക്ഷൻ്റെ സൈനാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ ബോഡിയിലെ ഷുഗർ കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കണം, ചെക്കപ്പ് ചെയ്യണം. പിന്നെ കുട്ടി തീരെ കുഴഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റം, ഇത് രണ്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു സീരിയസ് ഇൻഫെക്ഷൻ്റെ ലക്ഷണമാകാം ഈ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത്, ഇപ്പോൾ പനി 3-4 ദിവസമായിട്ട് മാറുന്നില്ല, നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഡോക്ടറെ ചെക്കപ്പ് ചെയ്യും. അപ്പോൾ ഡോക്ടർ നോക്കുന്നത് ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അണുബാധയുടെ ലക്ഷണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ. അപ്പോൾ നമുക്കൊരു ത്രോട്ടിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇൻഫെക്ഷൻ കണ്ടു, ആൻറ്റിബയോട്ടിക് കൊടുക്കാം. ചെസ്റ്റ് നോക്കുമ്പോൾ ചെസ്റ്റിനകത്ത് ഇൻഫെക്ഷൻ കണ്ടു, ആൻറ്റിബയോട്ടിക് കൊടുക്കാം. കുഞ്ഞിന് ലക്ഷണങ്ങളുണ്ട്, ചുമ, ജലദോഷം, തൊണ്ടവേദനയുണ്ട്, റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ്, വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ആവശ്യമുള്ള മരുന്ന് നമുക്ക് അതിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. വയറിളക്കം, ഛർദിയുണ്ട്, സ്റ്റൊമക്കിനകത്തുള്ള എന്തോ ഒരു ഇൻഫെക്ഷനാണ്, അതിന് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ട്, യൂറിൻ റൊട്ടീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു, യൂറിനറി ഇൻഫെക്ഷനാണ്, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് ഡോക്ടർ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോക്കസ് നോക്കി നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒരു ഫോക്കസും ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു വൈറൽ ഫീവർ ആയിരിക്കാം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മളൊന്ന് ബ്ലഡ് ചെക്കപ്പും അതുപോലെ ഏതെങ്കിലും ആവശ്യമുള്ള വൈറസിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനാണ് നമ്മൾ ആ സമയമാകുമ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നത്. യൂഷ്വലി ഒരു 3 to 5 days ഒക്കെ ആകുമ്പോൾ മാത്രമേ ബ്ലഡിനകത്തുള്ള ചേഞ്ചസ് നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ വളരെ നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും ചിലപ്പം കൃത്യമായിട്ടൊരു ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ഒരു 3 days ആയിട്ടും പനി കുറയുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയും. അടുത്ത പാരൻസിന് വരുന്ന ഒരു സംശയമാണ് ബൈഫേസിക് ഫീവർ. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ദിവസം കുട്ടിക്ക് നല്ല പനി ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, കുട്ടിയുടെ പനി നന്നായിട്ട് മാറി. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് പനി ഇല്ലാതിരുന്നിട്ട് വീണ്ടും ഇപ്പോൾ 5-ാമത്തെയോ 7-ാമത്തെയോ ദിവസം ആയപ്പോഴത്തേക്ക് പിന്നെയും പനി തുടങ്ങി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? നമ്മളിതിനെ വറീഡ് ആവേണ്ട ആവശ്യമുണ്ട്, ഇതിന് പാരസെറ്റമോൾ കൊടുത്താൽ മതിയോ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തൽക്കാലം ഒന്ന് പനി കുറയാൻ വേണ്ടി പാരസെറ്റമോൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഡോക്ടറെ എന്തായാലും കാണിക്കാം. അപ്പോൾ ഇങ്ങനെ 2 തവണയായിട്ട് പനി വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ചില വൈറൽ ഫീവറുകൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസിന് ഇങ്ങനെ വരാറുണ്ട്. ആദ്യം ഒന്ന് പനി വന്ന് പോയിട്ട് ആദ്യം ഒന്ന് ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ വീണ്ടും പനി വരുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ, ആദ്യം നമുക്കൊരു വൈറൽ ഫീവർ വന്നു പോയി, അത് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ ആദ്യം ഒരു ജലദോഷം, ചുമ, തൊണ്ടവേദനയായിട്ട് വന്നു, അതൊരു വൈറസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ബോഡി കുറച്ച് വീക്കായി,
നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ രണ്ടാമത് വേറൊരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ വന്നിട്ട് അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വീട്ടിൽ വെച്ച് അതിനൊരു കൺഫർമേഷൻ പറയാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് തൽക്കാലം പാരസെറ്റമോൾ കൊടുത്തിട്ട് ഡോക്ടറെ ഒന്ന് കാണിക്കാനും വേണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സാധാരണഗതിയിൽ നമ്മളൊന്ന് ബ്ലഡ് കൗണ്ടും ചെക്കപ്പും കാര്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയിട്ടേ വിടാറുള്ളൂ. എല്ലാം നോർമൽ ആണെങ്കിൽ നമുക്ക് വീണ്ടും വൈറൽ ഫീവർ എന്നുള്ള രീതിയിൽ തന്നെ പോകാൻ പറ്റും. അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പനി മാറാതെ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ബ്ലഡ് കൗണ്ട്സ് ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പോൾ ടോട്ടൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്. ഇപ്പോൾ ഇത് വൈറൽ ഫീവറൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ലോ ആയിട്ട് നിൽക്കാറുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഹൈ ആയിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ CRP എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, C റിയാക്റ്റീവ് പ്രോട്ടീൻ. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ യൂറിൻ ചെക്കപ്പ് ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പോൾ വയറിളക്കം, ഛർദി, വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ലിവർ ഫംഗ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു പീഡിയാട്രീഷനെ കാണിക്കുമ്പോൾ അവരവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ. ഇനി ഒരുപാട് പേര് പറഞ്ഞ ഒരു കൺസേൺ ആണ് പെർസിസ്റ്റൻറ്റ് ഫീവർ, അല്ലെങ്കിൽ പനി മാറുന്നേ ഇല്ല കുഞ്ഞിന്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു 3ാമത്തെ ദിവസമായപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, ബ്ലഡ് കൗണ്ടൊക്കെ നോക്കി, എല്ലാം നോർമലാണ്. കുട്ടിയെ ഡോക്ടർ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടിക്ക് 3 ദിവസം പാരസെറ്റമോൾ കൊടുത്തു, പനി കുറയുന്നില്ല. നമ്മൾ പോയി ഡോക്ടർ ഫോക്കസ് ഉണ്ടോ എന്ന് നോക്കി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഒരു വൈറൽ ഫീവർ ആണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ബ്ലഡ് കൗണ്ട് ചെയ്തു, അതിനകത്തും വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പം നമ്മൾ പാരസെറ്റമോൾ തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ വിടുന്നു. ചില സിറ്റുവേഷനിൽ ഇൻഫെക്ഷൻ നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിട്ടും കുട്ടിക്ക് ഒരാഴ്ചയായിട്ടും പനി മാറുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ 2-3 പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, വൈറൽ ഫീവർ. നേരത്തെ പറഞ്ഞ പോലെ ചില വൈറൽ ഫീവറുകൾ ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ തന്നെ നിൽക്കാം. അപ്പോൾ നമുക്ക് പക്ഷേ വൈറൽ ഫീവർ ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 ആഴ്ച വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് നോക്കണം, ഡോക്ടറെ പോയി കാണിക്കണം. അവിടെ വീണ്ടും കൗണ്ട്സും ബ്ലഡ് ടെസ്റ്റും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള ചേഞ്ചസ് ചില അസുഖങ്ങൾക്ക് കുറച്ച് ലേറ്റായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എല്ലാം നോർമലാണ്, ഇനി ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പോകണം. അതല്ലെങ്കിൽ ഡോക്ടർ തന്ന മരുന്നിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പനി മാറുന്നില്ലേ വീണ്ടും ഒന്നും കൂടെ കാണിക്കും. ആദ്യമൊക്കെ ടെസ്റ്റ് നോർമലാണ്, നമ്മൾ മരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോലും പനി മാറാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കാണിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് അതാണ്. ചില സമയത്ത് തുടക്കത്തിൽ ചില അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടാമതും കാണിച്ചതിന് ശേഷം എല്ലാം നോർമൽ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാര്യം ചില പനികൾ ഒരാഴ്ച, 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ നിൽക്കാറുണ്ട്. കുട്ടി ആക്റ്റീവാണ്, നേരത്തെ പറഞ്ഞ വാർണിംഗ് സൈൻസ് ഒന്നും ഇല്ല, റെഡ് ഫ്ലാഗ് സൈൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കുറച്ച് വലിയ കുട്ടികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ന്യൂ ബോണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനിച്ച് 28 ദിവസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പല കാര്യങ്ങളും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ന്യൂ ബോൺ ഫീവർ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം 28 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് പനിയുണ്ട്, ഒന്ന് സംശയമുണ്ട്, ശരീരം നല്ല ചൂടായിട്ടിരിക്കുന്നു, നമ്മൾ ഫീഡിങ് ഒന്ന് ശ്രദ്ധിക്കണം. മിക്ക കുട്ടികൾക്ക് ഫീഡിങ് മതിയാവാതാകുമ്പോഴത്തേക്ക് പനി വരാറുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിലെ ജലാംശം കുറഞ്ഞതുകൊണ്ട് തന്നെ പനി വരാറുണ്ട്. അല്ലാത്തൊരു ഇൻഫെക്ഷൻ കൊച്ചുകുട്ടിക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ വീട്ടിനകത്തുള്ള ആരുടെ നിന്നെങ്കിലും അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ക്ലോസ് കോൺടാക്ട്സിലുള്ളവർക്കുള്ള പനി പകർന്നതാവാം. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്, അപ്പോൾ അവർക്ക് ഇൻഫെക്ഷനുള്ള ചാൻസസ് കുറച്ചും കൂടെ കൂടുതലാണ്. പല സൈൻസും നമ്മൾ നേരത്തെ പറഞ്ഞ പനിയുടെ ഫോക്കസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ ന്യൂബോൺ ബേബീസിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ വൈറൽ ഫീവർ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു സീരിയസ് ഇൻഫെക്ഷനൊക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ന്യൂബോണിനെ നമ്മൾ പനി മാറാൻ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ തുടക്കത്തിലെ തന്നെ ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടറെ നോക്കി ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് മരുന്നുകൾ കൊടുക്കാം. അതല്ലെങ്കിൽ ഡോക്ടറുടെ ഫോളോ അപ്പിലിരുന്ന് തന്നെ കുട്ടികളുടെ പനിയെപ്പറ്റി നിങ്ങൾ സാധാരണ ചോദിക്കാറുള്ള നമുക്ക് വരുന്ന ഒരുപാട് കൺസേൺസും കൺസെപ്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.